നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും വരുന്ന ഒരു സംശയമാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമോ? ദൈവത്തിൻ്റെ ഇടപെടലുകൾ, വലിയ പ്രവർത്തനങ്ങൾ എൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ എനിക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള സംശയം പലർക്കും വരും. ഇത് ഏറ്റവും കൂടുതൽ കൂടിക്കൂടി വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ ആയി പോകുന്ന ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന സമയത്തിലാണ്. എന്നാൽ എല്ലാ വിശ്വാസികളും മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സംശയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ഈ ഒരു സംശയം തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാതെ വരുവാൻ മൂലമാക്കുന്ന ഒരു റീസൺ. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അത് എടുത്തു മാറ്റാൻ വേണ്ടി, സംശയമില്ലാതെ വലിയ വിശ്വാസം നിങ്ങൾക്ക് കാഴ്ചവെക്കുവാനുള്ള ഒരു ചെറിയ സ്ക്രിപ്ചർ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനം, വലിയൊരു വിടുതൽ ഈ ബൈബിളിൽ, ഈ ലോകത്തിലെങ്ങും ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു വിടുതലാണ്. അഗ്നികുണ്ഡത്തിൽ നിന്ന്, ഫേണസിൽ നിന്ന് 3 മനുഷ്യരെ ദൈവം രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന വലിയൊരു ആത്മീയ രഹസ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നെബൂഖദ്നേസർ രാജാവ് വലിയൊരു പ്രതിമ പണിതിട്ട് പറയുന്നു, എല്ലാവരും ആ പ്രതിമയെ നമസ്കരിക്കണം. പക്ഷെ ആ ഒരു കാര്യം തിരസ്കരിച്ചത് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന പേരുള്ള 3 ബാലകരാണ്. ഇതുകൊണ്ട് തന്നെ രാജാവ് വലിയ കോപം വരികയും അവരെ തീച്ചൂളയിൽ എറിഞ്ഞു കളയുവാൻ വേണ്ടി ഉത്തരവിടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ തീച്ചൂളയുടെ മുമ്പിൽ നിന്ന് അവർ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഈ തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ നിന്റെ കയ്യിൽ നിന്നും അവൻ ഞങ്ങളെ വിടുവിക്കുവാൻ തീർച്ചയായും അവന് സാധിക്കുന്നതാണ്. ഈ ഒരു വലിയ പ്രഖ്യാപനത്തിൽ കൂടി അവർ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഈ തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ അവന് തീർച്ചയായും കഴിയും, അവന് സാധിക്കും, ഞങ്ങളെ വിടുവിക്കുവാൻ അവന് സാധിക്കും. അവർക്കൊരു ശങ്കയുമില്ല, ഒരു സംശയവുമില്ല, ദൈവം വിടുവിക്കുവാൻ കഴിയുമെന്നും അവരുടെ ജീവിതത്തിൽ ആ പ്രവർത്തനം അവർക്ക് കാണാൻ സാധിക്കുവാനുള്ള കെൽപ്പ് ദൈവത്തിനുണ്ട് എന്നും അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മരണം സുനിശ്ചിതമാണ് എങ്കിലും അവർ പറയുകയാണ്, ദൈവത്തിന് ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് വളരെ നല്ല അറിവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്നും ദൈവം രക്ഷിക്കുവാൻ വേണ്ടി, വിടുവിക്കുവാൻ വേണ്ടി എപ്പോഴും തയ്യാറാണ് എന്നുള്ള നല്ല ബോധം, നല്ല ജ്ഞാനം അവർക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 3 ബാലകരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. അവർക്ക് വലിയ ജ്ഞാനമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ അവരുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറും ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തെക്കുറിച്ചുള്ള അഗാധമായ തീക്ഷ്ണമായ അറിവും വിശ്വാസവും ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആ അഗ്നികുണ്ഡത്തിൻ്റെ മുമ്പിലും നിന്ന് അവർ അങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, അവന് വിടുവിക്കാൻ, രക്ഷിക്കുവാൻ കഴിവ് തീർച്ചയായും ഉണ്ട്. ഇനി അടുത്തതായിട്ട് അവർ പറയുന്നത് മറ്റൊരു വളരെ മേന്മയേറിയ വചനമാണ്. ഇനി അവനത് ചെയ്തില്ല എങ്കിലും നീ കരുതിക്കൊള്ളുക, ഞങ്ങൾ ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം, ഈ ഒരു വാചകത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ഹിതത്തിന് അവരുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവം രക്ഷിക്കും എങ്കിലോ ഞങ്ങൾ അവനെ ആരാധിക്കും എന്നുള്ളതല്ല, ഒരു കണ്ടീഷനും ഒന്നുമില്ല. എങ്ങനെയാണെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് അവർ അവനെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി നടന്നതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവർ ഒരു നാളും നിരാശരാകാൻ, അവരെ മറ്റുള്ളവർ പരിഹസിക്കപ്പെടുവാൻ ദൈവം ഒരിക്കലും ഇട കൊടുക്കത്തില്ല. ആ 3 പേരെയും പരിഹസിക്കപ്പെടാൻ, അല്ലെ അവർ ഇങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ദൈവത്തിനെയാണല്ലോ അവർ വിളിച്ചത് എന്ന് ആരും പറയുവാൻ ദൈവം ഇടവരുത്തിയില്ല. അവരുടെ തല കുനിയുവാൻ ദൈവം ഇടവരുത്തിയില്ല. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവരെ ദൈവം എന്നും ഉയർത്തുവാനേ ശ്രമിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഹിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മേൽ, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ തീച്ചൂളയിൽ പെട്ടവരെ പോലെ ആകണമെന്നോ, നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ണുനീരിൽ കഴിയണമെന്നോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ നിങ്ങളെ പുറത്ത് കടത്തണം, നിങ്ങളെ രക്ഷിക്കണം എന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതം.
ഈ ഒരു സ്ക്രിപ്ചർ നിങ്ങളെല്ലാവരും ഓർത്തു വെക്കുക. ഈ ഒരു സ്ക്രിപ്ചറിൽ നമ്മൾ കണ്ട ആ ഒരു വചനം, അവരുടെ വിശ്വാസ പ്രഖ്യാപനം, ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ അവന് കഴിയും, അവന് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും എന്നുള്ള ആ വലിയ വിശ്വാസം, തിട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. തീച്ചൂളയിൽ അവർ അകപ്പെട്ടു എങ്കിലും ആ തീച്ചൂളയിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നവനാണ് ദൈവം. ഈ വിശ്വാസം വരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള നല്ല അറിവ്, കൂടുതലായിട്ടുള്ള അറിവ് വരുമ്പോഴാണ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദൈവം വിടുവിക്കാൻ എന്നും എപ്പോഴും തയ്യാറാണ് എന്നുള്ള 46-ാമത്തെ സങ്കീർത്തനം നമ്മളിവിടെ കാണുകയാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ മേൽ, അവർ കടന്നു പോകുന്ന തീച്ചൂളകളുടെ മേൽ, അതിൽ നിന്നും വിടുവിക്കാൻ ദൈവം എന്നും സദാസമയവും അവന് താല്പര്യമുണ്ട്. അവൻ വിടുവിക്കാൻ സന്നദ്ധനാണ്, അവന് കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതും അവർക്ക് നന്നായിട്ട് അറിയാമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ തീച്ചൂളയുടെ മുമ്പിൽ മരണം മുന്നിൽ കണ്ട് നിൽക്കുമ്പോൾ അവരപ്പോഴും പറഞ്ഞത്, ഞാൻ സേവിക്കുന്ന ദൈവം ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്നും വിടുവിക്കാൻ അവന് കഴിയും. നമ്മൾ എത്ര പേര് ഇത്തരം വലിയ വിശ്വാസങ്ങൾ തിട്ടപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കും എന്നുള്ള തിട്ടം നമ്മൾക്ക് ഉണ്ടോ എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വചനം തന്നെ പറയുക. ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു പ്രതിസന്ധികളുടെ മേൽ, ഈ തീച്ചൂളയുടെ മേൽ, ഇതിൽ നിന്നും എന്നെ പുറത്ത് കടത്തുവാൻ, ഇതിൽ നിന്നും എന്നെ വിടുവിക്കാൻ ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള ഈ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നിങ്ങൾ തുടരെ പറയുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈ സംശയമൊക്കെ നീങ്ങിപ്പോകുന്നത് തന്നെയാണ്. ദൈവം, അതേ ദൈവം ശദ്രക്, മേശക്, അബേദ്നെഗോയെ തീച്ചൂളയിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷിച്ച അതേ ദൈവം നിങ്ങളെയും ഒക്കെ പുറത്ത് കൊണ്ടുവരാൻ അവന് കഴിയുന്നതാണ്. അവനത് ചെയ്യുക തന്നെ ചെയ്യും. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ മൈ ഗോഡ്. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ മൈ ഗോഡ്. അസാധ്യതകളുടെ മേൽ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നവനാണ് ദൈവം. നമ്മുടെയൊക്കെ മനസ്സിൽ അസാധ്യമാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും പുറത്ത് കടക്കാൻ എന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഉറക്കെ പറയുക, നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്. തീച്ചൂളയിൽ നിന്നും നമ്മളെ വെറും പുറത്ത് കടക്കുക മാത്രമല്ല, ആ തീച്ചൂളയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ തന്നെയാണ് ദൈവം. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നെ വിടുവിക്കുവാൻ അവന് കഴിയുന്നതാണ്. അവൻ്റെ ഇഷ്ടം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി തകർന്ന് തരിപ്പണമാകണം എന്നുള്ളതല്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കരച്ചിലും വിലാപത്തിലും നടക്കണം എന്നുള്ളതുമല്ല. നമ്മളെ ഇതിൽ നിന്നും പുറത്ത് കടത്തി രക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ വിളിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നുള്ള തിട്ടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. So come fall in love with Jesus and fall in love with the word of God.